സല്യൂട്ട് ഭാരത്. ഈ ദൈവനിശ്ചയം ദൈവനിയോഗം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ചിലതൊക്കെ അതൊക്കെ വളരെ അതീന്ദ്രിയമായ ശക്തികളുടെ പ്രേരണയാലോ അനുഗ്രഹത്താലോ ഒക്കെ സംഭവിക്കുന്നതുമായിരിക്കാം. അത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ LMRKയുടെ ക്യാപ്റ്റൻ രജിത് ജി ഒരു വീഡിയോയിൽ പറയുന്നത് ഓർക്കുന്നുണ്ടാകുമോ? അദ്ദേഹം ഭഗവാൻ മുരുകൻ്റെ നിയോഗമനുസരിച്ച് വീരബാഹുവിന് നടത്തിയ പൂജയുടെ തീർത്ഥജലം മഹാബലിപുരമടക്കമുള്ള 4 സമുദ്ര തീരങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു ചടങ്ങ് നടത്തുകയുണ്ടായി. ആ സമയത്ത് മഹാബലിപുരത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആൾ ഒരു കെട്ടിടം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? അപ്പം പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷേ അതൊരു ആണവ റിയാക്ടർ, ആണവ നിലയമായിരുന്നു, കൽപ്പാക്കത്തെ ആണവ നിലയം. ആ സംഭവത്തിന് ശേഷം കൃത്യം 2 ദിവസത്തിനിപ്പുറം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത ആ ആണവ നിലയത്തെ സംബന്ധിച്ച് പുറത്തേക്ക് വന്നു. പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്ന ഊർജ്ജ സ്രോതസ്സ് അതെന്താണ്? ശാസ്ത്രത്തിന് പോലും തൃപ്തികരമായ ഉത്തരം നൽകാൻ സാധിക്കാത്ത ഒരു സംഗതിയാണിത്. സാങ്കല്പിക സിദ്ധാന്ത പ്രകാരം നിക്കോളായ് കാർഡേഷ്യേവ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ തിയറി പ്രകാരം ഈ ഊർജ്ജ സ്രോതസ്സുകളെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്വന്തം ഗ്രഹത്തിലെ ഊർജ്ജത്തെ പരിപൂർണമായി ഉപയോഗിക്കുന്നയാളെ ടൈപ്പ് 1 ഗണത്തിലാണ് പെടുത്തുന്നത്. സൂര്യനെ പോലെ സ്വന്തം നക്ഷത്രത്തിലെ ഊർജ്ജം പരിപൂർണമായി ഉപയോഗിക്കുന്നയാളെ ടൈപ്പ് 2 പെടുത്തും. തൻ്റെ ഗ്രഹം ഉൾപ്പെടുന്ന ഗാലക്സിയുടെ ഊർജ്ജത്തെ പരിപൂർണമായി ഉപയോഗിക്കുന്നയാളെ ഈശ്വര തുല്യമായിട്ടാണ് ടൈപ്പ് 3 വിലയിരുത്തുന്നത്. 0.72 മനുഷ്യന് ഈ തിയറി പ്രകാരം നൽകിയിരിക്കുന്ന റേറ്റിംഗ്. എന്നാൽ ഈ ഊർജത്തിൻ്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മനുഷ്യൻ സ്വയം തുനിഞ്ഞിറങ്ങിയാലോ? അത്തരമൊരു വഴിയിൽ വിപ്ലവകരമായ ഒരു ചുവടുവെപ്പ് സധൈര്യം നടത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അതും സ്വന്തമായ സാങ്കേതിക വിദ്യകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ഒരു വിദേശ ശക്തിയുടെയോ വിദേശ സാങ്കേതിക വിദ്യയുടെയോ സഹായമില്ലാതെ. അങ്ങനെ ഇന്ത്യ സ്വയം ആർജിച്ച ഒരു ആണവ കരുത്ത് അഥവാ കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഏപ്രിൽ 6 തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് പ്രാദേശിക സമയം രാത്രി 8:25. ഈ സമയത്താണ് കൽപ്പാക്കത്തെ ആ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അതിൻ്റെ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചത്. അഥവാ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതിന് തൊട്ട് മുൻപുള്ള നിർണായക അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഒരു ധ്യാനത്തിൽ നിന്ന് മിഴി തുറക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ചുരുക്കി പറഞ്ഞാൽ ആണവോർജത്തിൻ്റെ ഒരു അക്ഷയ പാത്രം. ആണവോർജം പെരുകുന്നതിനാലാണ് ഇതിനെ ബ്രീഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും. ലോകത്ത് ഇന്ന് നടക്കുന്ന സംഘർഷങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ അധികാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സുകൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ലോകം ഇത്തരത്തിലൊരു അതിസങ്കീർണ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ രാജ്യം ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നിർണായക ചുവടുവെപ്പ് നടത്തുന്നത്. ലോകത്തെ ഊർജ്ജ ഉപഭോഗത്തിൽ 3-ാം സ്ഥാനമാണ് നമ്മുടെ രാജ്യം. ഒരു വർഷം ഏകദേശം 150 ലക്ഷം ടൺ ക്രൂഡ് ഓയിലാണ് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നത്. 12 ലക്ഷം കോടി ഡോളറാണ് നമുക്ക് ചെലവാകുന്നത്. ഇതിൽ ഏകദേശം 90% വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുകയാണ് എന്നതും ഓർക്കണം. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ നൂറ്റാണ്ടുകളോളം വരുന്ന ഊർജ്ജ ആവശ്യം നിറവേറ്റാൻ നമുക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളെല്ലാം തന്നെ നമ്മുടെ നിരത്തുകളിൽ നിന്ന് അപ്രത്യക്ഷമാകും. കൂറ്റൻ യന്ത്രസാമഗ്രികൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ്റെ ഉൽപ്പാദനവും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വൈദ്യുതി കലവറ ഉപയോഗിച്ച് നിർവഹിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ലോകത്തിൻ്റെ പരക്കം പാച്ചിലിൽ നമ്മുടെ രാജ്യം സുരക്ഷിത തീരത്താണ്. അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന രാജ്യങ്ങൾക്കുള്ള വഴികാട്ടിയാണ് നമ്മുടെ രാജ്യം. യുറേനിയത്തെ വിഘടിപ്പിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടു പരിചയിച്ച ആണവ റിയാക്ടറുകളുടെ പൊതുഘടന. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ പ്ലൂട്ടോണിയം 239 യുറേനിയം 238 എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള മിക്സഡ് ഓക്സൈഡ് എന്ന ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. മറ്റ് ആണവ റിയാക്ടറുകളിലെ ആണവ മാലിന്യമാണ് വാസ്തവത്തിൽ ഈ പ്ലൂട്ടോണിയം. അങ്ങനെ
ആണവ മാലിന്യത്തെ എന്തു ചെയ്യണമെന്നുള്ള ചോദ്യത്തിനും ഇതോടെ ഉത്തരമാവുകയാണ്. നിയന്ത്രിത ചെയിൻ റിയാക്ഷൻ വഴി പ്ലൂട്ടോണിയത്തെ വിഘടിപ്പിക്കുമ്പോൾ പുറപ്പെടുന്ന ന്യൂട്രോണുകൾ യുറേനിയത്തെ വിഘടിപ്പിച്ച് പ്ലൂട്ടോണിയം 239 ആയി മാറുന്നു. അങ്ങനെ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു അക്ഷയപാത്രമായിട്ട് ഈ റിയാക്ടർ മാറുകയാണ്. കൂടാതെ ബ്ലാങ്കറ്റ് റിയാക്ടറിൽ പാളികളായി വെക്കുന്ന തോറിയം 232വിനെ ന്യൂട്രോണുകൾ പതിക്കുമ്പോൾ അത് യുറേനിയം 233 ആയി മാറുകയാണ്. ഇന്ത്യയുടെ ഭാവികാല ആണവ പദ്ധതികൾക്ക് വേണ്ട ആണവ ഇന്ധനമാണ് ഈ യുറേനിയം 233. ഇത്തരത്തിൽ തോറിയം അധിഷ്ഠിത ആണവ റിയാക്ടർ പദ്ധതികളിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ്. അത്തരത്തിലുള്ള പദ്ധതികളുടെ ആദ്യ പടിയാണ് കൽപ്പാക്കത്തെ മിനി റിയാക്ടർ അഥവാ കാമിനി എന്ന് അറിയപ്പെടുന്നത്. പൂർണ്ണമായി സജ്ജീകരിക്കുന്നതിന് മുൻപുള്ള ഒരു മാതൃക അഥവാ ഒരു പ്രോട്ടോടൈപ്പ്, അത്തരത്തിലുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ് നിലവിൽ കൽപ്പാക്കത്തുള്ളത്. 500 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇതിൻ്റെ ഉൽപ്പാദന ശേഷി. എന്നാൽ പൂർണ്ണതോതിൽ ഈ സംവിധാനം പ്രവർത്തന സജ്ജമാകാൻ ഏകദേശം ഒരു 15 വർഷം കാത്തിരിക്കേണ്ടി വരും. റഷ്യ കഴിഞ്ഞാൽ ഈ സാങ്കേതികവിദ്യ കൈവരിക്കുന്ന ആദ്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പരമ്പരാഗത ആണവ റിയാക്ടറുകളിൽ താപം ലഘൂകരിക്കാൻ വേണ്ടി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ആ വെള്ളത്തെ നീരാവിയാക്കി ടർബൈനുകളിലേക്ക് കടത്തിവിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപരിചയിച്ച രീതി. എന്നാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ വെള്ളത്തിനു പകരം ലിക്വിഡ് സോഡിയമാണ് ഉപയോഗിക്കുന്നത്. വെള്ളമോ വായുവോ ആയി സമ്പർക്കമുണ്ടായാൽ തീ പടർത്തുന്നതാണ് ഈ ലിക്വിഡ് സോഡിയം. ഈ ലിക്വിഡ് സോഡിയത്തെ മെരുക്കാനാവാത്തതിനാലാണ് വമ്പൻ രാജ്യങ്ങൾക്ക് പോലും ഈ സാങ്കേതിക വിദ്യ നേടാൻ സാധിക്കാതിരുന്നത്. നയിക്കാൻ ആരുമില്ലാതെ അല്ലെങ്കിൽ വഴികാട്ടിത്തരാൻ ആരുമില്ലാത്ത ഇന്ത്യയാണ് ഇപ്പോൾ ഇവിടെ സ്വയം വഴിവെട്ടിത്തെളിച്ച് മുന്നേറിയത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആണവ പദ്ധതികളുടെ ഉപജ്ഞാതാവ് ഹോമി ജെ ഭാഭായുടെ ദീർഘവീക്ഷണമാണ് ഈ പദ്ധതികളുടെയെല്ലാം മൂലക്കല്ല്. അദ്ദേഹത്തിൻ്റെ വീക്ഷണപ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ ആണവ പദ്ധതികളെ 3ആയി തിരിച്ചിരുന്നു. യുറേനിയം ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മളിപ്പോൾ കണ്ടു പരിചയിച്ചിരിക്കുന്ന പരമ്പരാഗത ആണവ റിയാക്ടറാണ് ആദ്യഘട്ടത്തിലുള്ളത്. പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളാണ് 2ാം ഘട്ടത്തിൽ ഉള്ളത്. 3ാം ഘട്ടത്തിൽ യുറേനിയം 233 ഉപയോഗിച്ചുകൊണ്ടുള്ള ആണവ റിയാക്ടറുകളാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. 3ാം ഘട്ടത്തിൽ വേണ്ട യുറേനിയം 233 അഥവാ ആണവ ഇന്ധനം അത് സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണ് വാസ്തവത്തിൽ 2ാം ഘട്ടത്തിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ ചെയ്യുന്നത്. ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം 20,000 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം പ്രതിവർഷം 150 ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നതായി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വർഷം 242.49 ജിഗാവാട്ട് വൈദ്യുതിയാണ് രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം പ്രതിദിന ഉപയോഗം ഏകദേശം 1694 ബില്യൺ യൂണിറ്റ് വരും. അടുത്ത വർഷം ഇത് 2000 ബില്യൺ യൂണിറ്റായി കടക്കുമെന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്ത് ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് 50.5% വൈദ്യുതിയും ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. കൽക്കരി അടക്കമുള്ള ഫോസിൽ ഇന്ധനങ്ങൾ. ബാക്കിയുള്ളവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും, അത് ആണവോർജ്ജമാകാം, സൗരോർജ്ജമാകാം, ജലവൈദ്യുത പദ്ധതികളാകാം, അങ്ങനെ നിർമ്മിക്കുന്നത്. നമ്മുടെ ആണവ റിയാക്ടറുകളുടെ 3% മാത്രം ശേഷിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് പ്രകാരം 8.8 ജിഗാവാട്ട് വൈദ്യുതിയാണ് രാജ്യത്തിപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2047 ഇത് 100 ജിഗാവാട്ടായി ഉയർത്താനാണ് ലക്ഷ്യം. 2070 രാജ്യത്തെ കാർബൺ ബഹിർഗമനം 0 ആക്കാനാണ് നമ്മുടെ ലക്ഷ്യം. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയങ്ങളെ അപേക്ഷിച്ച് ആണവ നിലയങ്ങൾ പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതും ആണ്. 1951 ലോകത്തെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം സ്ഥാപിച്ച അമേരിക്കയ്ക്ക് പോലും സാധ്യമാകാത്ത ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ ഏതാണ്ട് 20 വർഷത്തോളമുള്ള തുടർച്ചയായ അധ്വാന ഫലമായി സാധ്യമാക്കിയത്. ഭാരത് നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡ് അഥവാ ഭവാനി നേതൃത്വം നൽകി.
ഇന്ത്യയിലെ ഏതാണ്ട് 200ഓളം വ്യവസായ സംരംഭകർ വിവിധ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിച്ചു നൽകി. കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച് രൂപരേഖ തയ്യാറാക്കി. താരാപൂരിലെ ഭാഭ ആറ്റോമിക് റിസർച്ചിലെ അഡ്വാൻസ്ഡ് ഫ്യുവൽ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയാണ് ഈ റിയാക്ടറിന് വേണ്ടിയിട്ടുള്ള മിക്സഡ് ഓക്സൈഡ് എന്ന ഇന്ധനം തയ്യാറാക്കിയത്. 1985 കൽപ്പാക്കത്ത് സ്ഥാപിച്ച ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിൽ നിന്നുള്ള അനുഭവ സമ്പത്ത് ശാസ്ത്രജ്ഞർക്ക് വലിയ മുതൽക്കൂട്ടായി. സാധാരണ റിയാക്ടറുകളെ അപേക്ഷിച്ച് വലിപ്പക്കൂടുതലും ഒരേ അളവ് ഇന്ധനം ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജം അത് 100 മടങ്ങാണ് എന്നുള്ളതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുടെ പ്രത്യേകത. അമേരിക്ക 50,000 കോടി വരെ ചെലവഴിച്ചിട്ടും പരാജയപ്പെട്ട ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ടെക്നോളജിയാണ് ഇന്ത്യ 8,181 കോടി രൂപയ്ക്ക് സാധ്യമാക്കിയത്. 2004 3,492 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചാണ് ഈ പദ്ധതി തുടങ്ങിയത്. പക്ഷെ പൂർത്തിയായപ്പോൾ ചെലവ് 134% വർദ്ധിച്ചു. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുടെ സാമ്പത്തിക മുതൽമുടക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് ലാഭകരമാകില്ല എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ നിലപാട്. കൂടാതെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയം അത് ആണവ ആയുധമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതിനാൽ തന്നെ 1977 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണം നിരോധിക്കുകയും ചെയ്തു. ക്ലിഞ്ച് റിവർ ബ്രീഡർ റിയാക്ടർ പദ്ധതി പിന്നീട് ആരംഭിച്ചെങ്കിലും അമിതമായ സാമ്പത്തിക ചെലവും സാങ്കേതിക വിദ്യയുടെ ഫലപ്രാപ്തിയിലുള്ള സംശയം നിമിത്തവും 1983 അമേരിക്കൻ കോൺഗ്രസ് ആ പദ്ധതിക്കുള്ള ഫണ്ടിങ് നിർത്തിവെക്കുകയും ചെയ്തു. മറ്റു റിയാക്ടറുകളെ അപേക്ഷിച്ച് അതിഭീമമായ ഊർജ പ്രവാഹം ഉണ്ടാകും എന്നുള്ളതിനാൽ തന്നെ അമേരിക്കയ്ക്ക് വലിയ സുരക്ഷാ ആശങ്കയും ഉണ്ടായിരുന്നു. ഹിരോഷിമയിൽ സർവനാശം വിതച്ച ആണവ ബോംബിൽ വെറും 64 കിലോ യുറേനിയമാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ഓർക്കണം. പ്ലൂട്ടോണിയം, യുറേനിയം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള മിക്സഡ് ഓക്സൈഡാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. കൂടാതെ ബ്ലാങ്കറ്റ് റിയാക്ടറിൽ തോറിയം പൊതിഞ്ഞു വെക്കുന്നത് പിന്നീട് യുറേനിയം 233 എന്ന ആണവ ഇന്ധനമായി മാറുകയും ചെയ്യും എന്നും പറഞ്ഞിരുന്നു. അമൂല്യമായ ഈ തോറിയം നിക്ഷേപത്താൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടം കണക്കെ സമ്പത്തിൻ്റെ വറ്റാത്ത ഉറവ. നമ്മുടെ കേരള തീരത്തെ കൊല്ലത്തും തിരുവനന്തപുരത്തും അടിഞ്ഞുകൂടുന്ന കരിമണലിൽ പൊന്നു വിളയുന്നത് ഇങ്ങനെയാണ്. കരിമണലിൽ 10% തോറിയം ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ തോറിയം നിർമ്മാണത്തിനാവശ്യമായ പ്രധാന ധാതുവായ മോണസൈറ്റ് നിക്ഷേപം കേരളത്തിൽ 19 ലക്ഷം ടൺ വരും. നമ്മുടെ രാജ്യത്തിൻ്റെ വരുന്ന 200 വർഷത്തെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ആണവ ഇന്ധനമാക്കി മാറ്റാൻ ഇതിനെ സാധിക്കും. ഒഡീഷ, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച റയർ എർത്ത് കോറിഡോർ പദ്ധതി ഇത്തരത്തിൽ വളരെ ദീർഘവീക്ഷണത്തോടെ ആവിഷ്കരിച്ച ഒന്നാണ്. ഇതിലൂടെ അമൂല്യ ധാതു സമ്പത്തുകൾക്ക് വേണ്ടി ചൈനയടക്കമുള്ള വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അതിസൂക്ഷ്മ അണുവിൽ നിന്ന് ഊർജത്തിൻ്റെ മഹാപ്രവാഹം സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യം മുന്നിട്ടിറങ്ങുമ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ നമ്മുടെ കേരളത്തിന് ആകും. പതിറ്റാണ്ടുകൾക്കപ്പുറം കൂറ്റൻ വ്യവസായശാലകൾക്കും വാഹനങ്ങൾക്കും വേണ്ട വൈദ്യുതിയുടെ ലഭ്യതയെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോഴേ കണക്കിലെടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു പവർ ഹൗസായി നമ്മുടെ രാജ്യം മാറുമ്പോൾ ഭാവികാല രാഷ്ട്രീയ ഭൂപടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം ഏത് രീതിയിൽ അടയാളപ്പെടുത്തുമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്.